അടുത്ത ഏനൽ ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഏനൽ ഫിസ്റ്റുല എന്തുവാ? ഇൻഫെക്റ്റഡ് ടണൽ ബിറ്റ്വീൻ സ്കിൻ ആൻഡ് ഏനസ് എന്ന് വെച്ചാൽ ഒരു ടണൽ ഉണ്ടാവും ഇൻഫെക്ഷൻ്റെ. അത് എവിടേക്കാണെന്നോ സ്കിന്നിനും ഏനസിനും ഇടയ്ക്ക് അത് ഒരു ടണൽ പോലെ ഫോം ചെയ്യും. അതിന് പറയുന്നതാണ് എന്ത്? ഏനൽ ഫിസ്റ്റുല എന്ന് പറയുന്നത്. അതിൻ്റെ കോസസ് എന്തെന്ന് നോക്കാം. കോസസ് ഇൻക്ലൂഡ് ഏനൽ ആപ്സിസ് എന്ന് വെച്ചാൽ ഇൻഫെക്റ്റഡ് ക്യാവിറ്റി ഉണ്ടാവും. ഒരു ഇൻഫെക്റ്റഡ് ക്യാവിറ്റി ഉണ്ടാവും, അതാണ് മെയിൻ റീസൺ. പിന്നെ ഒരു എന്ത് പറ്റും, അതാണ് മെയിൻ റീസണായിട്ട് വരുന്ന ആ ഒരു ക്യാവിറ്റി കാണുന്നതിനാണ് എന്ത് പറയുന്നത്, മെയിൻ ഒരു ക്യാവിറ്റി ഫോം ചെയ്യുക അല്ലെങ്കിൽ ഒരു ആപ്സിസ് കാണാൻ പറ്റും. ആ ഒരു ആപ്സിസ് കാരണമാണ് എന്ത് പറ്റുന്നത്, ആ ഒരു ടണൽ പോലെ ക്രിയേറ്റ് ആകുന്നത്. മേജർ സൈൻസ് ആൻഡ് സിംറ്റം ഇൻക്ലൂഡ് പെർസിസ്റ്റൻറ്റ് പെയിൻ ആയിരിക്കും. പേഷ്യൻ്റ് പെയിൻ, അതുപോലെ പസ് ഡിസ്ചാർജ്, സ്വെല്ലിംഗ് ലംപ്. ഇതൊക്കെയാണ് എന്ത് കാണുന്നത്, അതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റമായിട്ട് കാണുന്നത്. നെക്സ്റ്റ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്തൊക്കെ വരാൻ പറ്റും? ഫിസിക്കൽ എക്സാമിനേഷൻ വരും, MRIയും വരും. MRI, CT സ്കാൻ ഏതോളം വരാൻ പറ്റും. അതുപോലെ മാനേജ്മെൻറ്റ് ഇൻക്ലൂഡ് സർജറി ടു ഡ്രെയിൻ ദ ആപ്സിസ്. ആ ഒരു ഫ്ലൂയിഡ് അക്യുമുലേഷൻ കളയാൻ വേണ്ടി, എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒരു കോസിൻ്റെ അകത്ത് ആപ്സിസ് കാണും, അത് ആപ്സിസ് ഡ്രെയിൻ ചെയ്ത് കളയാൻ വേണ്ടി സർജറി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സീറ്റൺ എന്ന് പറഞ്ഞൊരു സാധനം. സീറ്റൺ എന്ന് വെച്ചാൽ ഒരു സർജിക്കൽ ത്രെഡാണ്, സ്പെല്ലിംഗ് തെറ്റാ, സർജിക്കൽ ത്രെഡ് ടു ഹീൽ ഫിസ്റ്റുല എന്ന് വെച്ചാൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ടിയർ വരാൻ ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ടിയർ മാറ്റാൻ വേണ്ടി നമ്മൾ സർജറിയുടെ സമയത്ത് സീറ്റൺ എന്ന് പറയുന്ന ഒരു സർജിക്കൽ ത്രെഡ് വെക്കും. അതെന്ന് വെച്ചാൽ ആ ഫിസ്റ്റുല ഹീൽ ചെയ്യാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് ആണ് ആൻറ്റിബയോട്ടിക്സ്. ഇത് മൂന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതാണ് ഏനൽ ഫിസ്റ്റുല.